ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകത്തില്ലേ? മൾട്ടി പ്രോബ്ലംസിലെ ജീവിതത്തിൽ മൾട്ടി പ്രോബ്ലംസ്. ഇന്ന് മകളെ പേർക്കിടാവിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണം, അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം. ഓഫീസിൽ ചെല്ലുമ്പോൾ വേറെ അവിടെ ചില അസൈൻമെൻറ്റുകൾ ചെയ്ത് കാണത്തില്ല, അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ നമ്മളത് പരാജയപ്പെടുത്തി കാണും. അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും. എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് പറയും. എന്നുവെച്ചാൽ ഒരു പ്രശ്നമല്ല, പലയിടത്ത് പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളാണ് ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2 കൊരിന്ത്യൻസ് 1:20 വായിക്കണം, ഒരു 3-4 പ്രാവശ്യം വായിക്കണം. എന്നുവെച്ചാൽ ഓരോരോ വിഷയങ്ങൾക്ക് ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് ആമേൻ പറയണം. അത് അപ്പോൾ ആമേൻ നമ്മൾ പറയാം. ഏറ്റവും പ്രയർഫുൾ, ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ആമേനാ. വെച്ചാൽ ഈശോ തന്നെ എന്താണ് നമുക്കറിയാം. അമ്മ എന്താ പറഞ്ഞത്? ആമേൻ. ഈശോ എന്താ പറഞ്ഞത്? ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഷോട്ട് ചെയ്യുമ്പോൾ ആമേനാ. അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ ഒരു സംഘർഷത്തിലൂടെ പോകണമെങ്കിൽ ആമേൻ ഈശോ ആമേൻ എന്ന് പറയണം. അപ്പം എന്താ കാര്യം വെച്ചാൽ അവിടെ എന്താണ് തിരുമനസ്, അത് നിൻ്റെ തിരുമനസ് നിറവേറണമേ. ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടം ഒന്നും നിറവേറുന്ന കാണുമ്പോൾ ഈശോ ഉടനെ പറയും ആമേൻ. പരിശുദ്ധാത്മ പറഞ്ഞു ആമേൻ, അതേ പിതാവേ എന്ന് പറയത്തില്ലേ? അപ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആമേൻ. ഇപ്പോൾ ഈ ആമേൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല, നമ്മളുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്താണ് ആമേൻ. എന്തെങ്കിലും കാര്യം തെറ്റ്